ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത് വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 15-ാം വചനം. അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് നായ്ക്കളാണ്. ആ നായ്ക്കൾ എന്നുദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാൻ നായയുടെ 3 ക്വാളിറ്റികളെ പറ്റി ചിന്തിക്കണം എന്ന് പറഞ്ഞു. അതിലാദ്യത്തെ 2 നമ്മൾ ചിന്തിച്ചു. ഒന്ന്, നായയ്ക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമില്ല. രണ്ടാമത്തേത് വകതിരിവില്ല. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തത് നായയുടെ ഒരു പ്രത്യേകത ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. 2 പത്രോസ് 2:22. അതിങ്ങനെയാണ്: നായ ഛർദ്ദിച്ചതു തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നായ ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. നമ്മൾ ഛർദ്ദിച്ചത് തന്നെ ആരും ഭക്ഷിക്കാറില്ല, സുബോധമുള്ളവരാരും. അപ്പോൾ പിന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ അത് വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാകുന്ന കാര്യം, നമ്മൾ ഒരു തെറ്റ് ചെയ്തു, അറിഞ്ഞോ അറിയാതെയോ, അതിനെപ്പറ്റി നമ്മൾ അനുതപിച്ചു, എന്നിട്ട് നമ്മൾ കുമ്പസാരിച്ചു, കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിച്ചു. എന്നിട്ട് നമ്മൾ കുറേ കഴിയുമ്പോൾ, അല്ലെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം മറന്നിട്ട്, അല്ലെ അടുത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം മറന്നിട്ട് ഇതൊരു തെറ്റാണെന്നും, അല്ലെങ്കിൽ ഈ തെറ്റ് ഞാൻ ഏറ്റുപറഞ്ഞതാണെന്നും അനുതപിച്ചതാണെന്നും കുമ്പസാരിച്ചതാണെന്നും ദൈവത്തോട് മാപ്പ് ചോദിച്ചതാണെന്നും എല്ലാം മറന്നിട്ട് നമ്മൾ വീണ്ടും ആ തെറ്റ് തന്നെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? നമ്മളൊരിക്കൽ വൊമിറ്റ് ചെയ്തതാണിത്. നമ്മളിതൊരിക്കൽ ഛർദ്ദിച്ചതാണ്. ഒരുപക്ഷെ അത് കുമ്പസാരക്കൂട്ടിലാകും, ദൈവത്തിന് മുമ്പിലാകും, മറ്റുള്ളവരുടെ മുമ്പിലാകും. നമ്മൾ ഇത് വേണ്ടാന്ന് വെച്ചതാണ്, നമ്മൾ ഛർദ്ദിച്ച് കളഞ്ഞതാണ്. എന്നാൽ ഇതാ സാഹചര്യം വന്നപ്പോൾ നമ്മളത് വീണ്ടും ഭക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ഒരു തിന്മയെപ്പറ്റി, ഒരു തെറ്റിനെപ്പറ്റി അനുതപിച്ചിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞിട്ട് വീണ്ടും നമ്മൾ സാഹചര്യം വരുമ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ നായയ്ക്ക് തുല്യരായിത്തീരുകയാണ്. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്, നായ്ക്കൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം അവർ ഒരു ചടങ്ങിന് വേണ്ടി, അവർ ഒരു സ്റ്റൈലിന് വേണ്ടി എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു എന്ന രീതിയിൽ തെറ്റുകളെ ഏറ്റുപറയും, അല്ലെങ്കിൽ കുമ്പസാരിക്കും, ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയും. എന്നാൽ അതിന് കാര്യമായ വില കൊടുക്കാതെ സാഹചര്യം വരുമ്പോൾ അവരതെല്ലാം മറന്നിട്ട് വീണ്ടും ആ പാപം, ആ തിന്മ ചെയ്യും, അല്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വ്യക്തികളെ ഉദ്ദേശിച്ചാണ് ഈ വചനം ഇങ്ങനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നായയുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: ലക്ഷ്യമില്ല, വകതിരിവില്ല, ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. അതുകൊണ്ട് നമ്മളിലേക്കൊന്ന് നോക്കാം. ഈ നോമ്പ് കാലത്ത് ഈ കാറ്റഗറിയിൽ ഞാൻ പെടുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ സ്വർഗരാജ്യത്തിന് പുറത്താണ്. അതിനുവേണ്ടിയല്ല ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് തിരുത്താം, അനുതപിക്കാം, സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ തീരുമാനിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.